എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ ഇഞ്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് പോസ്റ്റ്മാൻ കൺസോളിൻ്റെ യൂസസ് ആണ്. പോസ്റ്റ്മാൻ കൺസോൾ കൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്ത റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡീബഗ് ചെയ്യുന്നു. നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡീബഗ് ചെയ്യാൻ പോസ്റ്റ്മാൻ കൺസോൾ യൂസ് ചെയ്ത് നമുക്ക് സാധിക്കും. പോസ്റ്റ്മാൻ കൺസോൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ്മാൻ യുയിലെ ബോട്ടം ലെഫ്റ്റ് കോർണർ കൺസോൾ എന്നുള്ള ഒരു ബട്ടൺ കാണാം, ഒക്കെ ക്ലിക്ക് ചെയ്യുക. കൺസോൾ ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇവിടെ ഇപ്പം ലോക്സ് ഒന്നുമില്ല. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കളക്ഷനിലെ റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുമ്പോൾ കൺസോളിൽ ഒരു പുതിയ റിക്വസ്റ്റ് വന്നേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിക്വസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗെറ്റ് എന്നുള്ള റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പം നെറ്റ്വർക്ക് റിലേറ്റഡ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കൂടാതെ റിക്വസ്റ്റ് ഹെഡേഴ്സ്, റെസ്പോൺസ് ഹെഡേഴ്സ്, റെസ്പോൺസ് ബോഡി. നമ്മൾ പാസ് ചെയ്ത പേലോഡ് കാണണമെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ന്യൂ യൂസർ എന്നുള്ള API സെലക്ട് ചെയ്യുക. കാരണം അതിനെ നമ്മൾ പേലോഡ് പാസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പാസ് ചെയ്ത് പുട്ടിനും പാച്ചിനുമാണ്. ഗെറ്റിൻ്റെയും ഡിലീറ്റിൻ്റെ കേസിൽ പേലോഡ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് ക്രിയേറ്റ് ന്യൂ യൂസർ എന്നുള്ള API സെൻഡ് ചെയ്യാം. അപ്പോൾ കൺസോളിൽ പുതിയൊരു API റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് പോസ്റ്റാണ്. അതിൽ നമുക്ക് റിക്വസ്റ്റ് ബോഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ് ചെയ്ത റിക്വസ്റ്റ് ബോഡി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കൂടാതെ റെസ്പോൺസും കാണാൻ സാധിക്കും. പിന്നെയുള്ളത് റെസ്പോൺസ് ഹെഡേഴ്സും റിക്വസ്റ്റ് ഹെഡേഴ്സും നെറ്റ്വർക്ക് ടാബിലെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പം പോസ്റ്റ്മാൻ കൺസോൾ യൂസ് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത റിക്വസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പോസ്റ്റ്മാൻ കൺസോളിലെ ലോഗ്സ് ക്ലിയർ ചെയ്യാൻ ഇവിടെ ക്ലിയർ എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് ക്ലിയർ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗ്സ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പോസ്റ്റ്മാൻ കൺസോൾ എന്ത് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.